Hi, hello everyone. Welcome to our channel Spicy and Pastry. എന്നൊരു സാലഡ് റെസിപ്പിയാണ് സീസർ സാലഡ്. അപ്പോൾ ഡിന്നറിനൊക്കെ റൈസൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ കാണാം. ഇതിനു വേണ്ടി ഞാനിവിടെ ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്, സാലഡ് കുക്കുംബർ എടുത്തിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എടുക്കുന്നത് ഗ്രീക്ക് യോഗേർട്ടാണ് സാലഡ് ഡ്രസ്സിങ്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി പകുതി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസ്റ്റർഡ് സോസ് അത് ഞാൻ 1 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അധികമായി അതിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ അളവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാലഡ് ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമ്മുടെ സാലഡിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു സ്പെഷ്യൽ സാധനമാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ബ്രൗൺ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ് പീസാക്കി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉടനെ തന്നെ സെർവ് ചെയ്തില്ലെങ്കിൽ ബ്രെഡൊക്കെ തണുത്ത് പോവും. അപ്പോൾ അത് ഉടനെ തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സോ അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ റെസിപ്പി ചെയ്യാനൊരു റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. എക്സാക്ട്ലി അതുപോലെ ആയിരിക്കണമെന്നില്ല. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.